മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് നമ്മളോടൊപ്പം തുടരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മധു കൊട്ടാരക്കര, ഇവിടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം, ഇറാൻ ഏതാണ്ട് വലിയ നാശനഷ്ടങ്ങൾ, കനത്ത നാശനഷ്ടങ്ങളും ആഘാതവും ഏറ്റിരിക്കുന്നു. അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടു എന്നത് മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ആഗ്രഹിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറാൻ IRGC അവിടെയൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മരണമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന ഭീഷണിയും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ ഇറാൻ ഏതാണ്ട് പൂർണ്ണമായി കീഴടങ്ങിയിരിക്കുന്നു എന്ന സൂചന നൽകുന്ന തരത്തിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പോസ്റ്റ്. ഇത് എത്രമാത്രം വിശ്വസിക്കാൻ കഴിയും? പ്രത്യേകിച്ച് സമാനമായ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച പാരമ്പര്യവും ചരിത്രവുമുള്ള രാജ്യമാണ് ഇറാൻ. ലോകത്തെ തന്നെ ഏറ്റവും വലിയ 17ാമത്തെ രാഷ്ട്രമാണ്. ഭൂപ്രകൃതിയുടെ സവിശേഷത കൊണ്ടും മിസൈൽ കരുത്തുകൊണ്ടും ആർക്ക് മുന്നിൽ കീഴടങ്ങിയിട്ടില്ല ഇറാൻ ഇതുവരെ. അങ്ങനെയുള്ള ഇറാനെ ഒറ്റ ആക്രമണത്തിൽ തന്നെ വലിയ നാശനഷ്ടം ഏൽപ്പിച്ച് സംവിധാനങ്ങൾ മുഴുവൻ കീഴ്പ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന ട്രംപിൻ്റെ അവകാശവാദത്തെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഗോപി, ഡൊണാൾഡ് ട്രംപിനെ അതിവിദഗ്ധമായിട്ട് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യിപ്പിക്കുവാൻ അതിസമർത്ഥനാണ്. പ്രത്യേകിച്ച് ഈ B-2 ബോംബർ പോകുന്ന ആ ദിവസം താഴെ സീക്രട്ട് റൂമിൽ ഇരുന്ന് അമേരിക്കൻ പ്രസിഡന്റ്, അതായത് സർവ്വസൈന്യാധിപൻ എന്നുള്ള നിലയിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ ഒപ്പിട്ട് പുറത്തു വരുമ്പോൾ അവിടെ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ മാധ്യമപ്രവർത്തകർ ഈ വിഷയം ചോദിക്കുമ്പോൾ അവരെ വഴിതെറ്റിച്ചുകൊണ്ട് അവിടെ വന്ന ഒരു കൊടിമരത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് B-2 ബോംബർ ഓൾറെഡി അമേരിക്കയിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പൊ എന്ത് മറച്ചു വെക്കണം, എന്ത് പറയണം, ഏത് രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കണം, അല്ലെങ്കിൽ ആത്മവിശ്വാസം ഒരു 10 മടങ്ങ് കാണിച്ചുകൊണ്ട് എതിരാളിയെ ആ മനോവീര്യം തകർക്കുന്ന രീതിയിൽ ട്രംപ് ഇതിനു മുമ്പും ഇതേ രീതിയിൽ ഉള്ള പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡൊണാൾഡ് ട്രംപും ഇസ്രയേലും അമേരിക്കയും നല്ല ഗ്രഹപാഠം നടത്തിയിട്ടുണ്ട്. ഇസ്രയേൽ ആണെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഗ്രഹപാഠം നടത്തിയതിനു ശേഷമാണ് ഏറ്റവും ഇത് നല്ലൊരു സുവർണാവസരമായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് അവർ ഈ സമയം തെരഞ്ഞെടുത്തത്. അതിന്റെ കാരണം ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, ഹൂത്തികൾ, ഹമാസ്, ഹിസ്ബുള്ള ഇവരെ ഏറ്റവും ക്ഷയിച്ചിരിക്കുന്ന സമയമാണ്. അത് മാത്രമല്ല ഹിസ്ബുള്ളയുമായിട്ട് പിന്തുണയുമായിട്ട് വരണ്ട എന്ന് ലെബനോന് മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ റഷ്യ യുക്രൈൻ യുദ്ധവുമായിട്ട് നല്ല തിരക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര കലാപം കാരണം ചൈന ഈ ഒരു വിഷയത്തിൽ ഇടപെടില്ല എന്ന് ഇസ്രയേലിനും അമേരിക്കയ്ക്കും നന്നായിട്ട് അറിയാം. തന്നെയുമല്ല ഈ ആഭ്യന്തര കലാപത്തിൽ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് പോലുള്ള ഇന്റർനെറ്റ് സംവിധാനം, സ്മഗിൾ എന്ന വാക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അമേരിക്ക അതിവിദഗ്ധമായിട്ട് ഏതാണ്ട് 600 മുതൽ 1000-ഓളം ടെർമിനലുകൾ ഇതിനകത്ത് കടത്തി പ്രക്ഷോഭകാരികൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ഡൊണാൾഡ് ട്രംപ് അന്നേ പറഞ്ഞു നിങ്ങൾക്കുള്ള ഒരു സഹായം എന്റെ ഭാഗത്തു നിന്ന് ഉടൻ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നല്ല ഗ്രഹപാഠം നടത്തിയിട്ടാണ് പോയത് തന്നെ. കാരണം ഇറാന്റെ കയ്യിൽ ഏറ്റവും നല്ല ഡ്രോണുകളുണ്ട്. ആ ഡ്രോണുകളാണ് റഷ്യക്ക് യുക്രൈൻ യുദ്ധത്തിൽ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചത്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. പക്ഷേ മറുവശത്ത് ഇറാനും നല്ല ഗ്രഹപാഠം നടത്തിയിട്ടുണ്ട്. കാര്യം അവർക്കറിയാം അയത്തുള്ള ഖമേനിക്ക് ജീവൻ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്, അദ്ദേഹത്തിന്റെ മകന് ജീവൻ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ തലപ്പത്തേക്ക് വരുന്നത് ഖമേനിയെക്കാട്ടിലും കൂടുതൽ പരിക്കനും അല്ലെങ്കിൽ ഒരു യാഥാസ്ഥിതിക മനോഭാവമുള്ള ആളായിരിക്കുമെന്നുള്ള സൂചനകളും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർ ആദ്യത്തെ റൗണ്ടിൽ അല്ലെങ്കിൽ ആദ്യ മണിക്കൂറുകളിൽ ഖമേനി കൊല്ലപ്പെട്ടാൽ തന്നെ ഈ യുദ്ധം ഒരുപക്ഷെ കൂടുതൽ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കുകൂട്ടി തന്നെ ആയിരിക്കാം അമേരിക്കയുടെ ഏറ്റവും വലിയ 2 വിമാനവാഹിനി കപ്പൽ ഒരു വലിയ യുദ്ധ സന്നാഹത്തോടുകൂടി ഈ പശ്ചിമേഷ്യയിലേക്ക് പറഞ്ഞു വിട്ടത്. ഗോപി, മധു കൊട്ടാരക്കര, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ അമേരിക്ക ഇസ്രായേലും ഇതുപോലെ 2025 ജൂണിൽ ഒരു ആക്രമണം നടത്തിയിരുന്നു. അന്ന് അമേരിക്ക അവകാശപ്പെട്ടത് ഇറാൻ്റെ ആണവ പദ്ധതിയെ തകർക്കാൻ കഴിഞ്ഞു, ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർക്കാൻ കഴിഞ്ഞു എന്നതാണ്. അന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒടുവിൽ അമേരിക്കയ്ക്ക് വഴങ്ങേണ്ടി വന്നു. കാരണം സമാധാന ചർച്ചകളിലേക്ക് നീങ്ങേണ്ടി വന്നു. 12 ദിവസം കൊണ്ട് ആ യുദ്ധം അവസാനിപ്പിച്ചു. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ഇറാൻ നിൽക്കുന്നു. അവിടുത്തെ IRGCയോടും പോലീസിനോടുമൊക്കെ ഇനി നിങ്ങൾ ഞങ്ങളുടെ വഴിയിലേക്ക് വരൂ, ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മരണമായിരിക്കും എന്നൊക്കെ പറയുന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുക. പക്ഷേ ഇറാൻ പറയുന്നു ഞങ്ങൾ പഴയ സ്റ്റോക്ക് ആയുധങ്ങൾ മാത്രമാണ് ഇതുവരെ പുറത്തെടുത്തിരിക്കുന്നത്, പുതിയ സ്റ്റോക്ക് ഇതുവരെ പുറത്തെടുത്തിട്ടില്ല എന്നാണ്. 2000 കിലോമീറ്റർ ദൂരപരിധിയിൽ കൃത്യതയോടുകൂടി പ്രയോഗിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ സൈനിക കരുത്തിൻ്റെ നട്ടെല്ലായി വർത്തിക്കുന്നുണ്ട്. അതിന് പുറമെ ഇറാന് യുദ്ധതന്ത്രങ്ങൾ അറിയാം. ഇറാൻ നേരത്തെ തന്നെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ട് ചെറിയ തോതിലെങ്കിലും ടോക്കൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്.
ഇപ്പോഴും ഇറാൻ്റെ പ്രത്യാക്രമണം ഒരു കുറവുമില്ലാതെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ട്രംപിൻ്റെ ഈ അവകാശവാദം കൊണ്ട് കാര്യമുണ്ടോ? ഏതെങ്കിലും തരത്തിലൊരു ഒരു ബാക്ക് ചാനൽ നെഗോസിയേഷൻ നടക്കാനുള്ള സാധ്യതകളുണ്ടോ? ഏതെങ്കിലും ഒരു മീഡിയേഷൻ ഏതെങ്കിലും തരത്തിൽ നടക്കുന്നുണ്ടോ? അതല്ല ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും പറയുന്നത് പോലെ ഞങ്ങൾ ലക്ഷ്യം കാണുന്നത് വരെ പോരാടും എന്ന വാക്കുകളാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഗോപി, ഇത്രയും നാള് ഈ വാർത്തയുടെ പിന്നാലെ ഇത് റിപ്പോർട്ട് ചെയ്ത ഒരു പരിചയം വെച്ചിട്ട് പറയാം, ഇവര് ലക്ഷ്യം കാണുന്നിടം വരെ പിന്മാറത്തില്ല. കാരണം ഇങ്ങനെ ഒരു അവസരം ഇനി ഒരിക്കലും കിട്ടത്തില്ല. കാരണം ഈ 2000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെയാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ തലവേദന, അണുബോംബുകളെക്കാട്ടിലും. അത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസിനോടും പറഞ്ഞിരിക്കുന്നത്. തന്നെയുമല്ല, ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഈ യുദ്ധം തുടങ്ങി എന്ന് അമേരിക്കൻ ജനതയെ അറിയിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ രക്തച്ചൊരിച്ചിലുണ്ടാകും, അമേരിക്കയ്ക്ക് ചില ധീരയോദ്ധാക്കളെ നഷ്ടപ്പെടും. അപ്പൊ ഡൊണാൾഡ് ട്രംപിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ യുദ്ധം അത്ര എളുപ്പത്തിൽ അങ്ങനെ തീരാനായിട്ട് സാധ്യതയില്ല മറ്റേതെങ്കിലും ഒരു അമേരിക്ക ഇടപെട്ട വിഷയങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ എതിർവശത്ത് നിൽക്കുന്നത് ഇറാനാണ്. അതുമാത്രമല്ല, ആ രണ്ടാം റൗണ്ട് ചർച്ചകൾ, അതായത് 3-ാം റൗണ്ട് ചർച്ചകൾക്ക് പോകും മുമ്പ് 2-ാം റൗണ്ട് ചർച്ചകൾക്ക് ശേഷം സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും തിരിച്ചു വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്റ്റീവ് വിറ്റ്കോഫിനോട് ചോദിച്ചത്, ഇത്രയും നമ്മൾ ചെയ്തിട്ടും അവരെന്താണ് ഒരു ഡീലിലേക്ക് വരാത്തത്? ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്ന ആ ഒറ്റ വിഷയത്തിലാണ് ഈ ഒട്ടും അടുക്കാതെ ഇറാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.